ഇന്ന് നമുക്കൊരു കിടിലൻ ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള മുട്ടയും ബ്രെഡും മാത്രം മതിയിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. മുട്ടയും ബ്രെഡും ഒക്കെ എല്ലാവരുടെ അടുത്തും റമദാൻ മാസമൊക്കെ ആകുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണിത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ചേർക്കേണ്ടത്. വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ സവാള നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. സവാള വാടിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഗരം മസാലക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറി മസാല, ബീഫ് മസാലയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെറും 2 മുട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഈ മുട്ട നല്ല പോലെ ഒന്ന് ചിക്കിയെടുക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ നമ്മളിതൊന്ന് ചിക്കിയെടുക്കണം. ഇതിനിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ അരികുവശം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ അത് കളയൊന്നും വേണ്ട, നമുക്കത് ആവശ്യം വരും. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും അരികുവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മുടെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ അത് ആദ്യം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. 6 ബ്രെഡാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ അരികുവശം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതും ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡിൻ്റെ അരികുവശം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മസാലയിലേക്ക് പൊടിച്ചിട്ടുള്ള ബ്രെഡ് ചേർക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വിട്ട് പോയതാണ്. എന്നിട്ട് നമ്മൾ നല്ലൊരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ എല്ലാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. നല്ല തിക്കുമല്ല നല്ല തിന്നും അല്ലാത്തൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ബ്രെഡിൻ്റെ അരികുവശം പൊടിച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ മൈദ മിക്സ് ഉണ്ടാക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ബീറ്റ് ചെയ്തതിൽ മുക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നല്ല പോലെ ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്ത അളവിൽ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്യാൻ. ഈ സ്നാക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. പിന്നെ ആൾറെഡി ഇത് നമ്മൾ വേവിച്ചതാണല്ലോ, അപ്പോൾ ഇതിൻ്റെ പുറമേ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് എണ്ണ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കോരാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്നാക്ക് ഒട്ടും എണ്ണ കുടിക്കില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് പുറമെ നല്ല ക്രഞ്ചി, അകത്ത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്നാക്ക് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.
പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടില റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്